പറവൂർ കോട്ടുപള്ളിയിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത പോലീസ്. ഒളിവിലായ പ്രതികൾ ബിന്ദുവിനെയും ഭർത്താവ് പ്രദീപ് കുമാറിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആശയും ബിന്ദുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് വീഴ്ചയാണ് ആശയുടെ മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെയാണ് കോട്ടുവള്ളിപ്പുഴയിൽ 46-കാരി ആശാ ബെന്നിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിൽ നിന്നും ഭാര്യ ബിന്ദുവിൽ നിന്നും ആശ 10 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും പണം തിരിച്ചു നൽകിയിട്ടും പലിശയ്ക്കുമേൽ പലിശ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും നടന്ന ഭീഷണിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളും പിന്നാലെ പുറത്തുവന്നു. ഇതോടെയാണ് പറവൂർ പോലീസ് ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി കേസെടുത്തത്. ഇവര് ഞങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളെ മക്കളെയൊക്കെ ശല്യം ചെയ്യും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു 5 മണിക്ക് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയും വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ നടപടി നേരിട്ടയാളാണ് പ്രദീപ് കുമാർ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. വീടൊക്കെ സെർച്ച് ചെയ്തു, ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. മീഡിയ 1 കൊച്ചി.